മേജർ രവി, ഈ എസ്കലേഷനൊക്കെ ഇത്രയും ആവുന്നതിന് മുൻപ് ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ താങ്കൾ പറഞ്ഞതാണ് യുദ്ധം എന്ന് പറയുന്നത് പരിഹാരമല്ലെന്നും യുദ്ധം എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിലെ ഒരു വെടിക്കെട്ടല്ലെന്നും. താങ്കൾ അന്ന് പറഞ്ഞപ്പോഴേക്കും താങ്കൾക്ക് വലിയ സൈബർ ആക്രമണവും ഒക്കെ അന്നുണ്ടായി. അതിനുശേഷം പക്ഷേ എന്താണ് സീസ് ഫയർ വയലേഷൻ്റെ ഒരു നിര നമ്മൾ കണ്ടു, ഡ്രോൺ ഇൻഫിൽട്രേഷൻ നമ്മൾ കണ്ടു, ഹൈസ്പീഡ് മിസൈൽ വരുന്ന കണ്ടു, ഏറ്റവും ഒടുവിൽ അതിർത്തിയിൽ പാക് റേഞ്ചേഴ്സ് ഇറങ്ങി പാക് പട്ടാളം കയറുന്നു. അങ്ങനെ എസ്കലേഷൻ്റെ പരമാവധിയിലേക്ക് എത്തുന്ന സമയത്ത് പൊടുന്നതിനൊരു വെടിനിർത്തൽ. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് മേജർ രവി? ഹാഷ്മി, എൻ്റെ മുഖത്തുള്ള ചിരി എന്ന് പറഞ്ഞാൽ ഒരു അഭിമാനിയായ രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചിരിയാണത്. കാരണം പ്രതികാരം തീർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരെ പോലെയും എൻ്റെയും മനസ്സിനകത്ത് അതുപോലുള്ള പ്രതികാരദാഹവും പ്രതികാരം ചെയ്യാനുള്ള വീറും വാശിയും രക്തം തിളച്ചിരുന്ന ഒരു പൊസിഷനിൽ ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്, ഒരു യുദ്ധമെന്നുള്ളത് ഒരിക്കലും ആരും ജയിക്കാറില്ല. കാരണം ഇവിടെ 2 ജീവൻ പോയാലും അവിടെ 2 ജീവൻ പോയി കഴിഞ്ഞാലും ജീവൻ പോകുന്നത് പോയി. പക്ഷേ ഇന്നത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെ വന്ന് 10-26 പേരെ കൊന്നുപോയിട്ടുള്ള ആ ഒരു രാജ്യത്തിന് അവിടുത്തെ ആർമി ചീഫ് എന്നുള്ളതോ അല്ലെങ്കിൽ ഇതെല്ലാം അസീം മുനീറിനെ ഞാൻ ഒരിക്കലും അയാളെ പേര് പോലും പറയാൻ ആഗ്രഹിക്കില്ല. ഈസ് ഈക്വൽ ടു എ ബഡി പിഗ്. പട്ടി എന്ന് വിളിക്കാനും കൂടെ പറ്റില്ല അത്. കാരണം എന്ന് വെച്ചാൽ പട്ടി നല്ല നന്ദിയുള്ള വർഗ്ഗങ്ങളാണ്. ഇതുപോലുള്ള ഒരു സാധനത്തിന് സ്വേച്ഛാധിപത്യമായിട്ടുള്ള ഒരുത്തൻ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി കാണിച്ച കാണിക്കൽ, ഇവിടെ വന്ന് വർഗീയത അടക്കം അതിൻ്റെ വിത്തടക്കം പാവിക്കാൻ വേണ്ടി അവനാണ് ബ്രീഫ് കൊടുത്തതെന്നുള്ള ഇൻഫർമേഷൻ ഇന്നലെ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇവനാണെന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ പോയിട്ട് ഹിന്ദു മുസ്ലിം എന്നുള്ള ഡിസ്പാരിറ്റി കാണിക്കണം, അത് കഴിഞ്ഞ് മോദിയോട് പറയണം. ഇതെല്ലാം അവൻ്റെ ബ്രീഫിംഗ് ആയിരുന്നു. ISIയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അവൻ ബ്രീഫ് ചെയ്തിട്ട് പറഞ്ഞയച്ചിട്ടുള്ളായിരുന്നു. അപ്പം എന്തായി? ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം അപ്പുറത്ത് കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ അധികാരത്തിൽ കയറാനെന്നുള്ളത്. പക്ഷേ ഇവിടെ വന്ന 26 ഇപ്പം നേരത്തെ ഒരു സഹോദരനോട് പറയുന്നുണ്ട്, ജയ് ജയ് മോദി, മോദിജി താങ്ക് യു, ആപ്നെ ജോ കർണ ഹൈ കർ ലിയ और उसके बाद में तो हम बहुत खुश है. കാരണം എന്ന് വെച്ചാൽ ആ നമ്മുടെ രാജ്യം ആ പ്രതികാരം, ആ സിന്ദൂരം മായ്ച്ചവൻ്റെ വീട്ടിൽ പോയി സിന്ദൂരം കൊണ്ട് തന്നെ അവൻ്റെ വീട്ടിലെ എല്ലാ സിന്ദൂരവും മായ്ച്ചുകൊണ്ട് അവനെ കുത്തിയിരുത്ത് അത് തന്നെ ആ ടെററിസ്റ്റിൻ്റെ വീട്ടിലെ ഫാമിലിയിലത്തെ കംപ്ലീറ്റ് ആൾക്കാരും മരിച്ചു പോയതിന് ശേഷം അവനിരുന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് സന്തോഷം, പ്രതികാരം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 100 കോടി രൂപ അമേരിക്ക അവർക്ക് IMF സാങ്ഷൻ ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് മനസ്സിനകത്ത് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയൊരു രാഷ്ട്രം എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരിക്കും. ആ പ്ലാനിങ് കറക്റ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ 100 കോടി കൊടുത്തിട്ട് അവിടുന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാൻ നിനക്കുള്ള ഫണ്ട് ഞാൻ തരുന്നു, പക്ഷേ കാരണം എന്താ വെച്ചാൽ നിൻ്റെ അടുത്ത് അരി വാങ്ങിക്കാൻ പോലും പൈസയില്ല, നീ ആദ്യം അരി വാങ്ങിച്ച് ജനങ്ങളെ കൊടുക്കാൻ നോക്ക്, അല്ലാതെ ഇനി യുദ്ധത്തിന് പോകല്ലേ. അപ്പം അദ്ദേഹം ആ പറയുന്ന ഇവർക്ക് കേൾക്കാതിരിക്കാനും പറ്റില്ല. ഇപ്പുറത്താണെങ്കിലോ നമ്മൾ ജയിച്ച് നിൽക്കുകയാണ്. നമ്മുടെ മണ്ണിൽ ഒരു ഡ്രോൺ പോലോ അല്ലെങ്കിൽ ഒരു ബോംബ് പോലോ വന്നിട്ട് ഇവിടെ വന്ന് വീണിട്ടില്ല. പൂഞ്ച് രജോറി സെക്ടറിനെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആ റീജിയനെ അറിയുന്നേക്കാൾ നല്ല പോലെ എനിക്കറിയാം. അവിടെ എന്നും നടന്നിരുന്നതാണത്. ഇതിപ്പം ഇതിലുള്ള പല പാനലിലുള്ള പട്ടാളക്കാർ പറയും അത് കറക്റ്റാണ്. പൂഞ്ച് രജോറി സെക്ടറിൽ ഏത് സമയത്തും ഷെല്ലിങ് നടന്നുകൊണ്ടിരുന്നില്ല. അത് ഷെല്ലിങ് എന്ന് പറഞ്ഞാൽ ഈ 2 ഇഞ്ച് മോട്ടറും അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ചെറിയ ചെറിയ വെപ്പൺസിൻ്റെയൊക്കെ ഒരു മോട്ടർ വിട്ടു. അത് ഒരു റിച്വൽ പോലെയാണ് അവിടെ നടന്നിരുന്നത്. അതിൽ കുറച്ചുകൂടെ ഒന്ന് ഇൻറ്റൻസിറ്റി കൂടി, അത്രയേ ഉള്ളൂ. അതൊരു യുദ്ധസ്മാനമായിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു പാകിസ്ഥാനെടുത്ത്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വി വിൽ ഗോ ഓൺ ആക്ട് ഓഫ് വാർ. ആ ആക്ട് ഓഫ് വാർ എന്നുള്ളത് മനസ്സിലാവുന്നതിന് പെട്ടെന്ന് മനസ്സിലാവും ആക്ട് ഓഫ് വാർ എന്താണെന്നുള്ളത്. ആക്ട് ഓഫ് വാർ എന്നുള്ള ഒരു രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നത് കുട്ടികളാണോ സ്ത്രീകളാണോ സ്കൂളാണോ മദ്രസയാണോ അമ്പലമാണോ എന്നൊന്നും ഞാൻ നോക്കില്ല. ഇനി എൻ്റെ കണ്ണുകൾ ആ ഡിഗ്രി നോക്കി അങ്ങ് പോവും. അതിനകത്ത് തകർന്നവർ മുഴുവൻ തകരും, ഒരു രാജ്യം മുഴുവൻ തകരും. ഇതാണ് പാകിസ്ഥാന് കിട്ടിയിട്ടുള്ള മെസ്സേജ്. ഒരു 2 മണി 3 മണിക്ക് അതിന് മുന്നാണെന്ന് തോന്നുന്നു. ഇത് കിട്ടി അതേ കറക്റ്റ് സമയത്ത് തന്നെയാണ് തമ്പുന് ഈ മെസ്സേജ് കിട്ടുന്നുണ്ട്. ഇന്ത്യ ഹാസ് ഡിക്ലെയർഡ് ലൈക്ക് ദിസ് വാർ ഇഫ് യു ഡു ഇറ്റ് ടുനൈറ്റ്. ഇന്ന് രാത്രി നീ ഇതുപോലെ എന്തെങ്കിലും ഇന്നലത്തെ രാത്രി പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗോ ഓൺ ആക്ട് ഓഫ് വാർ. അപ്പം അത് സൂര്യൻ ഉദിച്ച് വന്നു കഴിഞ്ഞാലും ആ ആക്ട് ഓഫ് വാറിനകത്ത് പിന്നെ കണ്ടിന്യൂറ്റി ചെയ്യണമെന്നുണ്ട്. ആ സമയത്ത് തന്നെ ആക്ട് ഓഫ് വാർ നടക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് ടാങ്കുകൾ ഒരു സൈഡിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് പോകാൻ തുടങ്ങും, ആർട്ടറി ഗൺസ് അഡ്വാൻസ് ചെയ്യും, ഇൻഫൻട്രിക്കാർ മൂവ് ചെയ്യാൻ തുടങ്ങും. യുദ്ധമാണ്. ഇതാണ് പാകിസ്ഥാനെയും വിറപ്പിച്ചിരിക്കുന്നത്. ആ സമയത്താണ്
ഈ ആർമി ചീഫ് എന്ന് പറയുന്നവന് അപ്പോഴാണ് അവന് മനസ്സിലായത് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോയി. കാരണം ബലൂചിസ്ഥാൻ ഓൾറെഡി ഇന്നലെ അവരവിടെ കൊടി പൊക്കി, ഒരിക്കലും പൊക്കാൻ സമ്മതിക്കാതിരുന്നതാണ്. അപ്പോൾ ആ സൈഡും പോയി. ഇവൻ വിചാരിച്ച് മുഴുവൻ തെറ്റിപ്പോയി, അവൻ്റെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റിപ്പോയപ്പോഴാണ് ട്രംപ് പറഞ്ഞ് നൗ യു സ്റ്റോപ്പ് ഇറ്റ്. ആൻഡ് ഇപ്പോൾ ഇവിടെ എന്താണ്, പാകിസ്ഥാൻ എന്തായി, അവരുടെ ഫേസ് രക്ഷപ്പെട്ടു. ഇനിയില്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പണ്ടേ പറയാറുണ്ട്. നമ്മൾ ആഷ്മിയായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പറയും, ആഷ്മി ഇതൊരു 5-6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല. പിന്നെ ന്യൂക്ലിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് നോ ന്യൂക്ലിയറും ഇതൊക്കെ പറയാനേ ഉണ്ടാവുള്ളൂ. പക്ഷേ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു റീച്ച് എനിവർ. പിന്നെ ഇനി എന്താണ് നടക്കുന്നത്, ഇപ്പം ഈ ആക്ട് ഓഫ് വാറിൻ്റെ മുകളിൽ ദേ ഹാവ് ഡിസൈഡഡ് ദാറ്റ് വി വിൽ നോട്ട് ഡു എനിത്തിങ്. അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തപ്പം ആക്ച്വലി വി വൺ ദ ബാറ്റിൽ. ഇന്ത്യ നമുക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഹലോ കേൾക്കാൻ ശ്രമിച്ചു. ഇന്ത്യ ജയിച്ചു. അതായത് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു. നമ്മൾ യുദ്ധത്തിലേക്കില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ എസ്കലേഷൻ കൃത്യമായി മറുപടി കൊടുത്തു, നമ്മൾ അവസാനിപ്പിച്ചു. ഇല്ല ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞു. അപ്പം എന്താണ്, കറക്റ്റായിട്ട് പാകിസ്ഥാൻ വാസ് വെയിറ്റിംഗ്. കാരണം ഇവന് ആർമി ചീഫിന് അറിയാം ഇനി എന്നെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം അയാളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. ഈ സമയത്താണ് കറക്റ്റായിട്ട് ട്രംപിൻ്റെ ഒരു വാർണിംഗ്, യു സ്റ്റോപ്പ് ഇറ്റ് പാകിസ്ഥാനോട്. പാകിസ്ഥാൻ പറഞ്ഞു ഓക്കെ ഇന്ത്യ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ നിർത്താം. ആ സമയത്ത് ഇന്ത്യക്ക് ഇപ്പം എന്ത് സംഭവിച്ചു, ഓക്കെ വി ആർ ഓൾസോ റെഡി, ബിക്കോസ് ഇന്ത്യ ഓൾസോ നോസ് ദാറ്റ് ഇനി നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു, പ്രതികാരം ജനങ്ങൾക്ക് വേണ്ട രീതിയിലെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഒരാൾ പോലും ഇതുപോലെ നിഷ്കളങ്കരായിട്ടുള്ള ആൾ പോലും മരിക്കരുതെന്നുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അതിന് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ ആക്ട് ഓഫ് വാറിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവരിങ്ങോട്ടും വരും. അപ്പോൾ അതിൻ്റെയും പ്രത്യാഘാതം ഇവിടെയും ഉണ്ടായിരിക്കുന്നതിനനുസരിച്ച് അപ്പോൾ നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു. നമ്മുടെ ടിപ്പിക്കൽ ദാദഗിരി തന്നെ നിൽക്കുന്ന സമയത്താണ് അമേരിക്ക ട്രംപ് പറഞ്ഞ് ഓക്കെ മോദിജി ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, പാഡൻ ദം, ഓക്കെ ആപ്നെ ബതാ ദിയ ഹംനെ കർ ലിയ. ഇപ്പം എന്തായി, നമ്മുടെ ബന്ധവും കൂടെ ഒന്ന് ബലവത്തായി. നല്ല കാര്യം, സമാധാനം പുലരട്ടെ. ബന്ധത്തിനകത്ത് അമേരിക്കയ്ക്ക് ഇപ്പം എന്തായി അപ്പറേന്റ് കിട്ടി. ശരി, പക്ഷേ ശ്രീ മേജർവി അമേരിക്ക ഇടപെട്ട കാര്യം നമ്മൾ പറയുന്നില്ല കേട്ടോ. അമേരിക്ക ഇടപെട്ട കാര്യം നമ്മൾ പറയുന്നില്ല. മാത്രമല്ല ആരും ഇടപെട്ടിട്ടില്ല. നമ്മൾ മാത്രം ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡീലല്ല, ഈ പറയുന്ന ധാരണ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് എന്നേ പറയുന്നുള്ളൂ. അമേരിക്ക ഇടപെട്ട കാര്യം പറയുന്നില്ല. അപ്പോൾ പോട്ടെ, ഇനി ഔട്ട് ഓഫ് ഉണ്ടാവുമല്ലോ പല രീതിയിൽ. ഇല്ലല്ല എന്തോ ആയിക്കോട്ടെ, അയാൾ ട്രംപ് ഒരു ട്വിറ്റർ എഴുതിയിട്ടുണ്ട്, നമ്മളത് അപ്പം അത് നമ്മുടെ തീരുമാനം തന്നെയായിരിക്കും. എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, വി ഹാവ് വൺ ദ വാർ ആഷ്മി. കാരണം ഇനി നമ്മുടെ ഒരു ജീവൻ പോലെ ഇന്ന് 5 മണിക്ക് ശേഷം ഇനി അവിടെ ഫയറിംഗ് ഇല്ല. ആ ലോക്കലായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ടില്ലേ, ഓൾ വെരി ചിരിക്കുന്നു. കാരണം വെച്ചാൽ അവർക്കും പേടിയുണ്ടെന്ന്. ഇത് ഏത് സമയത്ത് എപ്പോൾ വന്ന് വീഴുന്നുള്ള ആർക്കും അറിയില്ല. അവർക്കുണ്ടല്ലോ ഭാര്യയും കുട്ടികളും ഫാമിലി എല്ലാം. അപ്പോൾ ഈ ഏറ്റവും അധികം ഇതിനെ ബാധിക്കുന്ന ബോർഡറിലിരിക്കുന്ന ജനങ്ങൾക്കായിരുന്നു. അവരിന്ന് വളരെയധികം ഹാപ്പിയാണ്. ദേ ആർ ഹാപ്പി അബൌട്ട് ദ ആക്ട് വാട്ട് അവർ ഗവൺമെൻറ് ഹസ് ഡൺ. നമ്മൾ ചെയ്യേണ്ട പ്രതികാരം നമ്മൾ ചെയ്തു. നമ്മൾ ഇന്നും തല ഉയർത്തിക്കൊണ്ട് തന്നെ യെസ് ഇന്ത്യ ഈസ് ഗ്രേറ്റ്, വി ക്യാൻ ബി പ്രൗഡ് ഓഫ് അവർ കൺട്രി എന്നുള്ള ഒരു പോസ്റ്റിൽ നമ്മൾ നിൽക്കുന്നുണ്ട്.